എല്ലാവർക്കും ഇന്നത്തെ റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഈ ഒരു നിമിഷം ആ പേഴ്സൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. എനിക്കിവിടെ ലഭിക്കുന്ന എല്ലാ മെസ്സേജസും ഞാൻ നിങ്ങളോട് പറയാം. ഇതിലെന്താണോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അതുമാത്രം നിങ്ങളെടുക്കാം. റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ, ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റ് വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ റീഡിംഗ് കാണുന്ന എല്ലാവർക്കും നന്ദി. റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങൾക്ക് പെയ്ഡ് പേഴ്സണൽ റീഡിങ്സിൽ താല്പര്യമുണ്ടെങ്കിൽ, അതിഷ്ടമാണെങ്കിൽ, അതിന് താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതായത് പെയ്ഡ് പേഴ്സണൽ റീഡിങ്സിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഇമെയിൽ ഐ ഡി വഴി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് കിടക്കാം. വരും. ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഈ ഒരു നിമിഷം ആ പേഴ്സൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ് എന്ന് നോക്കുന്ന സമയത്ത് എനിക്കിവിടെ മനസ്സിലാകുന്നത് കുറച്ച് കാര്യങ്ങളാണ് ആ പേഴ്സൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. പക്ഷേ ആ കാര്യങ്ങളെന്ന് പറയുന്നത് ആ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ കാര്യങ്ങളാണ്. മേ ബി അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, ഇതെന്താ വലിയ കാര്യമാണോ എന്ന് നിങ്ങൾക്ക് മേ ബി തോന്നുമായിരിക്കാം. ഇതാണോ എന്നെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇതാണോ ഓർമ്മ വരാറ് എന്ന് മേ ബി നിങ്ങൾക്ക് തോന്നുമായിരിക്കാം. പക്ഷേ ആ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വലിയ കാര്യമാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. മേ ബി നിങ്ങൾക്കും അത് വളരെ വലിയ കാര്യമായിട്ട് തോന്നുന്നുണ്ടാവാം, മേ ബി തോന്നുമായിരിക്കാം. പക്ഷേ എന്തായാലും നിങ്ങൾക്ക് തോന്നിയാലും ഇല്ലെങ്കിലും ആ പേഴ്സൺ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഈ ഒരു നിമിഷം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ പേഴ്സൻ്റെ മനസ്സിലേക്ക് ആ കാര്യങ്ങൾ ഓടിയെത്തുന്നത്. ഇനി എന്തൊക്കെയാണ് ആ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജസ് എല്ലാം ഞാൻ നിങ്ങളോട് പറയാം. ഇതിലെന്താണോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് അതുമാത്രം നിങ്ങളെടുക്കാം. ഒന്നാമതായിട്ട് എനിക്കിവിടെ മനസ്സിലാകുന്ന ഒരു കാര്യം, മേ ബി നിങ്ങളുടെ ചിരിയില്ലേ, നിങ്ങളുടെ പുഞ്ചിരി അല്ലെങ്കിൽ നിങ്ങളുടെ ചിരി, അത് ആ പേഴ്സണ് വളരെയധികം ഇഷ്ടമാണ് എന്നുള്ളതാണ്. നിങ്ങൾ ചിരിക്കുന്നത് കാണാൻ നല്ല രസമാണ്. ആ പേഴ്സൺ അത് വളരെ ഇഷ്ടമാണ്. ആ ഒരു ചിരി ആ പേഴ്സൻ്റെ മനസ്സിൽ ഇപ്പോഴുമുണ്ട്. അതായത് നിങ്ങൾ ചിരിക്കുമ്പോൾ അത് ആ പേഴ്സണും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നത് കാണുമ്പോൾ ആ പേഴ്സണും അത് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ മനോഹരമായിട്ടുള്ള ചിരി, അതാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ പേഴ്സൻ്റെ മനസ്സിലേക്ക് ആദ്യമായിട്ട് ഓടിയെത്തുന്ന കാര്യം എന്ന് പറയുന്നത്. നിങ്ങളുടെ ചിരി എന്ന് പറയുന്നത് ആ പേഴ്സണ് അത്രമാത്രം പ്രിയപ്പെട്ടതാണ്, അതിന് അത്രമാത്രം പ്രാധാന്യം. അതായത് ചിരി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സന്തോഷത്തിന് ആ പേഴ്സൺ വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ആ പേഴ്സൻ്റെ സന്തോഷത്തിനും പ്രാധാന്യം നൽകുന്നുണ്ട്, അതോടൊപ്പം തന്നെ നിങ്ങളുടെ സന്തോഷത്തിനും ആ പേഴ്സൺ പ്രാധാന്യം നൽകുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ആ പേഴ്സൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന മറ്റൊരു കാര്യമാണ് നിങ്ങളുടെ പിണക്കം എന്ന് പറയുന്നത്. നിങ്ങളുടെ പിണക്കം എന്ന് പറയുമ്പോൾ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ പെട്ടെന്ന് പിണങ്ങുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾക്കാണെങ്കിലും നിങ്ങൾ പിണങ്ങുന്ന ഒരാളാണെങ്കിൽ, അതായത് ആ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അത് ചെറിയ കാര്യമായിരിക്കാം, മേ ബി നിങ്ങൾക്കത് വലിയ കാര്യമായിരിക്കാം. പക്ഷേ ആ പേഴ്സൺ ചിന്തിക്കുന്നത് നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും പിണങ്ങുന്ന ഒരാളാണ്. ഇനി പിണങ്ങിയാലും ഒത്തിരി നേരമൊന്നും നിങ്ങൾ പിണങ്ങിയിരിക്കാറില്ല, പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പിണക്കം മാറും. എങ്കിലും നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പിണങ്ങുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ ആ പേഴ്സൺ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ആ ഒരു കാര്യവും ആ പേഴ്സണ് ഓർമ്മ വരുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ആ പേഴ്സൻ്റെ മനസ്സിലേക്ക് ആ ഒരു കാര്യവും ഈ നിമിഷം ഓടിയെത്തുന്നുണ്ട് എന്നുള്ളതാണ്. പിണക്കമെന്നോ അല്ലെങ്കിൽ പിണങ്ങുക എന്ന് പറയുമ്പോൾ ഒരുപാട് വലിയ പിണക്കം ഒന്നും അല്ല ഞാൻ പറയുന്നത്. ചെറിയ ചെറിയ പിണക്കങ്ങളില്ലേ, ചെറിയ പിണക്കങ്ങൾ, നിങ്ങളുടെ ചെറിയ പിണക്കങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ പിണങ്ങുന്ന ചെറിയ കാര്യങ്ങൾക്ക് നിങ്ങൾ പിണങ്ങുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം, അതായത് പിണങ്ങിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ അല്ല,
മുൻപ് പിണങ്ങിയിട്ടുണ്ടെങ്കിൽ, ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് മുൻപ് നിങ്ങൾ പിണങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യവും ആ പേഴ്സൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം ഞാനങ്ങനെ പിണങ്ങാറൊന്നുമില്ലല്ലോ എന്ന് മേബി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അതായത് ഞാനങ്ങനെ പിണങ്ങാറില്ല, ചെറിയ കാര്യത്തിനൊന്നും ഞാൻ പിണങ്ങാറില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ പേഴ്സണ് നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പിണങ്ങുന്ന ഒരാളാണെന്ന് തോന്നുന്നുണ്ടായിരിക്കാം. ആ പേഴ്സണ് തോന്നുന്നുണ്ടായിരിക്കാം നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പിണങ്ങുന്ന ഒരാളാണെന്ന്. പക്ഷേ ആ പേഴ്സണ് നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പിണങ്ങുന്ന ഒരാളാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ആ ഒരു പിണക്കം ആ പേഴ്സണ് ഇഷ്ടമാണ്. അതായത് നിങ്ങൾ ആ പിണങ്ങുന്നത് കാണാൻ, പിണങ്ങിയിരിക്കുന്നത് കാണാൻ ആ പേഴ്സണ് ഇഷ്ടമാണ്. അതായത് ചെറിയ ചെറിയ പിണക്കങ്ങളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഒരുപാട് നാൾ നിങ്ങൾ ആ പേഴ്സണോട് മിണ്ടാതിരിക്കണം എന്നൊന്നും ആ പേഴ്സൺ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. പക്ഷെ ചെറിയ ചെറിയ പിണക്കങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അത് ആ പേഴ്സൺ ഇഷ്ടമായിരുന്നു എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ഇഷ്ടമായിരുന്നു എന്നല്ല, ഇപ്പോഴും ഇഷ്ടമാണ്, പക്ഷെ നിങ്ങളിപ്പോൾ സംസാരിക്കുന്നേ ഇല്ലല്ലോ. അതുകൊണ്ട് ഇതൊന്നും ആ പേഴ്സണ് നിങ്ങളോട് പറയാൻ സാധിക്കുന്നുണ്ടാവില്ല. നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്ന സമയത്ത് ആ പേഴ്സൺ മേ ബി ഇത് നിങ്ങളോട് പറഞ്ഞിട്ടും ഉണ്ടായിരിക്കാം. അതായത് ആ പേഴ്സൺ നിങ്ങളോട് ഇത് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ പിണങ്ങുന്നത് കാണാനും ആ പേഴ്സണ് ഇഷ്ടമാണ്, ചെറിയ ചെറിയ പിണക്കങ്ങൾ ആ പേഴ്സണ് ഇഷ്ടമാണ് എന്ന് ആ പേഴ്സൺ മേ ബി പറഞ്ഞിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ പറയാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത്, മേ ബി നിങ്ങൾ ഒത്തിരി സംസാരിക്കുന്ന ഒരാളാണെങ്കിലോ അല്ലെങ്കിൽ കുറച്ച് മാത്രം സംസാരിക്കുന്ന ഒരാളാണ്, ഒരുപാട് സംസാരിക്കുന്ന ഒരാളല്ലെങ്കിലും നിങ്ങളുടെ സംസാരം കേൾക്കാൻ ആ പേഴ്സണ് ഇഷ്ടമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സംസാരം കേൾക്കാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി നിങ്ങൾ കോണ്ടാക്റ്റിലുണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം, നിങ്ങൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ആ പേഴ്സൺ വളരെ ശ്രദ്ധയോടെ അത് കേട്ടിരുന്നിട്ടുണ്ടായിരിക്കാം. അതായത് നിങ്ങൾ ഓരോ കാര്യങ്ങൾ പറയുന്ന സമയത്ത്, നിങ്ങൾ ഓരോ കാര്യങ്ങളും സംസാരിക്കുന്ന സമയത്ത് ആ പേഴ്സൺ അത് വളരെ ശ്രദ്ധയോടെ കേട്ടിരുന്നിട്ടുണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ഇനി ആ ഒരു സമയത്ത് അങ്ങനെ ആ പേഴ്സൺ അത്ര ശ്രദ്ധയോടെ കേട്ടിരുന്നില്ലെങ്കിൽ ഇപ്പോൾ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളൊന്ന് സംസാരിച്ചിരുന്നെങ്കിൽ, നിങ്ങൾ പറയുന്നത് ആ പേഴ്സൺ വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കാം, പക്ഷേ നിങ്ങളൊന്ന് ആ പേഴ്സണോട് സംസാരിച്ചിരുന്നെങ്കിൽ എന്ന് ആ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ സംസാരം കേൾക്കാൻ ആ പേഴ്സൺ ഇപ്പോൾ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്, വളരെയധികം അത് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മേ ബി നിങ്ങൾ കോണ്ടാക്റ്റിലുണ്ടായിരുന്ന സമയത്ത് ആ പേഴ്സൺ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അതായത് നിങ്ങൾ സംസാരിച്ചപ്പോൾ ആ പേഴ്സൺ ഓക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം, പക്ഷേ വളരെയധികം പ്രാധാന്യം മേ ബി അതിന് കൊടുത്തിട്ടുണ്ടാവില്ല. പക്ഷേ ഇപ്പോൾ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ആ പേഴ്സണോടൊന്ന് സംസാരിക്കണമെന്ന് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ആ ഒരു മെസ്സേജും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇനി ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് മുൻപ് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായിട്ടുണ്ടെങ്കിൽ, ചെറിയ വഴക്കായിരിക്കാം, പക്ഷേ ആ ഒരു സമയത്ത് നിങ്ങൾ കരഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് വഴക്കിട്ടപ്പോൾ, അതായത് ആ പേഴ്സൺ നിങ്ങളോട് വഴക്കിട്ടപ്പോഴോ നിങ്ങളാണ് ഇനി ആ പേഴ്സണോട് വഴക്കിട്ടതെങ്കിൽ പോലും ആ ഒരു സമയത്ത് നിങ്ങൾ കരഞ്ഞിട്ടുണ്ടായിരിക്കണമെന്നില്ല, മേ ബി നിങ്ങൾ വിഷമിച്ചിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ വിഷമിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ പേഴ്സൺ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അതായത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് മുൻപ് നിങ്ങൾ എന്തെങ്കിലും ചെറിയ പിണക്കമുണ്ടായ സമയത്ത്, അല്ലെങ്കിൽ ചെറിയൊരു വഴക്കുണ്ടായ സമയത്ത് നിങ്ങൾ വിഷമിക്കുകയോ നിങ്ങൾ കരയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം ആ പേഴ്സണ് ഇപ്പോഴും ഓർമ്മയുണ്ട്. അത് കാരണം ആ പേഴ്സൺ ഇപ്പോഴും വിഷമിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതായത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഈ ഒരു നിമിഷം ആ പേഴ്സൻ്റെ മനസ്സിലേക്ക് ആ ഒരു കാര്യവും ഓടിയെത്തുന്നുണ്ട്. അത് കാരണം ആ പേഴ്സണും ഇപ്പോഴും വിഷമിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ റീഡിംഗ് കണ്ട എല്ലാവർക്കും നന്ദി. എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. ബൈ ബൈ.